ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, സാറേ ഹരിദ്വാറിൽ വന്നതേ പെന്തക്കോസ്ത് പാസ്റ്റർ അല്ലേ? ഏതായാലും വിഭാഗങ്ങൾ എന്തിനാ പറയുന്നത്? വിഭാഗങ്ങളെ കുറിച്ച് എന്തിനാ രാഹുൽ പറയുന്നത്? നമ്മുടെ നാട്ടിലെ പെന്തക്കോസ്ത് ക്രിസ്ത്യൻ വിഭാഗം അല്ലേ? ഹിന്ദു ആണോ? ആണെങ്കിൽ പറയാൻ സമ്മതിക്കാം. നമ്മുടെ കത്തോലിക്കോ ഓർത്തഡോക്സോ യാക്കോബൈറ്റോ ആയിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ അംഗീകരിക്കാം. പെന്തക്കോസ്ത് ക്രിസ്ത്യൻ വിഭാഗമാണോ അല്ലയോ? ഞാൻ ചോദിച്ചാൽ അത്രേ ഉള്ളൂ. വെളിപാടിലെ കന്യക അത് പരിശുദ്ധ അമ്മ മാതാവാണ്. രാഹുലെ, നിന്റെ ഈ പിടിപിടിപ്പിന്റെ ഇടയിലെ ഈ കുറെ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയാറുണ്ട്. നമ്മൾ ഋഷികേശിലെ പയ്യനുണ്ട് ഹല്ലേലൂയ പറഞ്ഞപ്പോ പെന്തക്കോസ് ആണെന്ന് നീ പറയുന്ന കേട്ടു. ഉത്തരവാദിത്തമായിട്ട് എടുക്കാൻ ആരുമില്ലെങ്കിൽ കുഴപ്പമില്ല. പെന്തക്കോസെങ്കിൽ പെന്തക്കോസ് തന്നെ, അതവിടെ ഇരിക്കട്ടെ. ഈ ഓർത്തഡോക്സ്, യാക്കോബ, കത്തോലിക്ക ഇവയാണ് ക്രൈസ്തവം മുഖ്യധാര സഭകൾ. ബാക്കിയുള്ളതെല്ലാം പെന്തക്കോസ് എന്നൊരു പുച്ഛഭാവത്തിലൊക്കെ നീ പറയുന്ന കേട്ടു. ഇവിടെ പെന്തക്കോസുകാരാണ് ഇവിടെ മതപരിവർത്തനം നടത്തുന്നത്, ഞങ്ങളല്ല എന്ന് ചില സഭകൾ തന്നെ കുറ്റാരോപണങ്ങൾ നടത്തുന്നുണ്ട്. ഡേയ്, എവിടെയാണ് ഈ പെന്തക്കോസുകാർ മതപരിവർത്തനം നടത്തുന്നത്? ഇവിടെ നിർബന്ധിതമായി പണ്ടൊക്കെ സൂപ്പ് സാലുവേഷൻ എന്നൊക്കെ പറഞ്ഞൊക്കെ പറഞ്ഞ കേട്ടിട്ടുണ്ട്. ഇപ്പൊ എല്ലാരും അവരവരെ മതങ്ങളിലുള്ള ദൈവങ്ങൾ, FCR, പിന്നെ അതേപോലെ തന്നെ ട്രസ്റ്റ്, കമ്പനി, സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞ് അവരവരുടെ സാമ്രാജ്യം പടുത്തി വരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആരെ ഇവിടെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ, നരകത്തിൽ കൊണ്ടുപോകാൻ വെമ്പ കൊള്ളുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഈ മാധ്യമങ്ങളെല്ലാം കൂടെ ചേർന്നാണ് ഈ വാർത്ത പൊലിപ്പിക്കുന്നത്. മാധ്യമങ്ങളുടെ അവതരണ ശൈലി ഉണ്ടല്ലോ. ചിലർ ഇലക്ഷൻ സമയത്തും അരിക്കൊമ്പൻ, ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ, മറ്റേ അച്യുതാനന്ദ ഭരിക്കുമ്പോഴൊക്കെ ആ ഒരു ശൈലി, ഇപ്പോൾ പറയുന്നില്ല ശൈലിയൊന്നും, ഈ ശൈലിയിൽ കുറച്ച് പേർ ഒരു ജോലിക്കും പോകാതെ കുത്തിയിരിക്കാറുണ്ട്. അത് മാനസിക ബലഹീനരാണ്. ഇതെല്ലാം ഉടായിപ്പ് ശൈലിയാണെന്ന് അറിഞ്ഞ് അതൊക്കെ മേലെ മനസ്സിനെ ട്യൂൺ ചെയ്ത് വയ്ക്കുവാൻ ശ്രോതാക്കളുടെ അടുക്കൽ ഞാൻ പറയുകയാണ്. പിന്നെ ഈ പെന്തക്കോസ് സഭകളിലൊക്കെ ഈ വീടുകളിലൊക്കെ മീറ്റിംഗ് വയ്ക്കുമ്പോൾ ഈ അപ്പുറത്തും ഉള്ള ഹൈന്ദവ സഹോദരങ്ങളും മറ്റുള്ളവരൊക്കെ ഒളിച്ചും പാത്തുമൊക്കെ ഒരു എണ്ണ കൊണ്ടുവന്ന്, പാച്ചരെ ഒന്ന് പ്രാർത്ഥിക്കണേ, മോക്ക് വയ്യ, കടവാരമാണ് അല്ലെങ്കിൽ പിശാചാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒളിച്ചും പാത്തം കാണിക്കുകയും കൊണ്ടുവന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. അല്ല ആരെയും നിർബന്ധിച്ച് നിന്റെ മതത്തിൽ നിങ്ങി വാടാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരുന്നില്ല. അത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളാണ്. കർവാപ്പസി ഇപ്പം ഈ ക്രിസ്തീയ മതത്തിലുള്ളവരെ തിരിച്ച് വിളിച്ചു കൊടുക്കുക, അതിൻ്റെ പേരാണ് നിർബന്ധിത മതപരിവർത്തനം. മതത്തെ വിശ്വസിക്കുക, മതത്തെ പ്രചരിപ്പിക്കുക, അതനുസരിച്ച് ആൾക്കാർ കടന്നു വരുന്നു. അല്ലാതെ നിർബന്ധിതമായിട്ട് വായിലിങ്ങനെ ബൈബിള് കുത്തി കിടക്കുന്നു. ഇത് പിന്നെ നിങ്ങളുടെ നിയമം, നിങ്ങളുടെ നിയമാധികാരികൾ, നിങ്ങളുണ്ടാക്കുന്ന നിയമങ്ങൾ, വടക്കേ ഇന്ത്യയിലൊക്കെ പാവപ്പെട്ടവർ 700-ൽ പരം ദാസന്മാരും അവരെല്ലാം ഒരു കുറ്റവും ചെയ്യാതെ കുറ്റം ചെയ്തെന്ന് പറഞ്ഞ് എത്ര പേർ, ചില അനാഥാലയങ്ങൾ കുറ്റനെ പീഡിപ്പിച്ചെന്നൊക്കെ പറഞ്ഞ് കുറ്റമുണ്ടാക്കി 10 വർഷത്തിൽ പരമായി ജയിലിൽ കിടക്കുന്ന കുടുംബങ്ങൾ വരെയുണ്ട്. ഇവിടെയൊക്കെ എല്ലാം നടക്കുകയാണ്. പിന്നെ ഇവിടെ സെൻസസ്, മതത്തിൻ്റെ സെൻസസ് ഉണ്ട്. അതേപോലെ മനോനിലയുടെ ഒരു സെൻസസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പുച്ഛിക്കുന്ന പെന്തക്കോസ്തിൻ്റെ മനോനിലയിൽ നിൽക്കുന്നവരുടെ എണ്ണം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ബോധം കെടേണ്ടി വരും. അവനിടം വിട്ടു ശരീരബദ്ധനായി, അവനിടം വിട്ടു ശരീരബദ്ധനായി, ലോകേ അലഞ്ഞാലും ഞാൻ വീടോടടുക്കുമേ, ലോകേ അലഞ്ഞാലും ഞാൻ വീടോടടുക്കുമേ, ഉയർപ്പിൻ ജീവനാ നിത്യജീവൻ നൽകും, ഉയർപ്പിൻ കരങ്ങൾ ഉയർത്തി നിത്യജീവൻ നൽകും കർത്താവിനോ